ലക്നൗ ജയൻസിനെതിരായ എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ വിജയശില്പിയായി മാറിയത് ആകാശ് മദ്വാൾ എന്ന ഇന്ത്യൻ യുവ പേസറാണ്. 5 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 5 വിക്കറ്റുകൾ സ്വന്തമാക്കിയ മദ്വാളിന്റെ അത്ഭുത പ്രകടനം മുംബൈ ഇന്ത്യൻസിന്റെ 81 റൺസിന്റെ വിജയത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത്. ഈ ഐപിഎല്ലിനു മുൻപ് അധികമാരും കേട്ടിട്ടില്ലാതിരുന്ന മദ്വാൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. ഈ നേട്ടത്തിലേക്കെത്താൻ മദ്വാൾ പിന്നിട്ട വഴികളിലേക്ക് ഒന്ന് സഞ്ചരിച്ച് നോക്കാം. 1993 നവംബർ 26-ന് ഉത്തരാഖണ്ഡിലെ റൂർക്കലിയിലായിരുന്നു മദ്വാളിന്റെ ജനനം. റൂർക്കലിയിൽ നിന്നും ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ മദ്വാൾ തുടർന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു. ക്രിക്കറ്റ് ഒരിക്കലും പ്രൊഫഷനായി എടുത്തിട്ടില്ലാതിരുന്ന മദ്വാളിന് 2013-ൽ ഒരു അപകടത്തിൽ പട്ടാളക്കാരനായ തന്റെ പിതാവിനെ നഷ്ടമായി. തന്റെ വിദ്യാഭ്യാസത്തിന് പ്രഥമ പ്രാധാന്യം നൽകിയ അദ്ദേഹം ക്രിക്കറ്റ് കളിയെ ഒരിക്കലും ഗൗരവമായി എടുത്തിരുന്നില്ല. മദ്വാളിനെ സംബന്ധിച്ച് ക്രിക്കറ്റ് ഒരു ഹോബി മാത്രമായി ചെറുപ്പകാലത്ത് തുടർന്നു. ഇക്കാലയളവിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒരു പുലിയായിരുന്നു മദ്വാൾ. 24-ാം വയസ്സുവരെ ടെന്നീസ് ബോളിലല്ലാതെ മറ്റൊരു പന്തിലും കളിച്ചിട്ടില്ലാത്ത മദ്വാളിന്റെ തലവര മാറുന്നത് 2019-ലാണ്. 2019-ൽ ഉത്തരാഖണ്ഡ് ടീമിന്റെ ട്രയൽസിൽ പങ്കെടുക്കുന്നതോടെയാണ് മദ്വാൾ എന്ന ക്രിക്കറ്ററുടെ തലവര മാറുന്നത്. ആ ട്രയൽസിൽ ഉത്തരാഖണ്ഡ് ടീമിന്റെ പരിശീലകനും മുൻ ഇന്ത്യൻ താരവുമായ വസീം ജാഫറിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മദ്വാളിന് കഴിഞ്ഞു. മദ്വാളിന്റെ കഴിവ് മനസ്സിലാക്കിയ വസീം ജാഫർ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും സയ്യിദ് മുഷ്താഫ് അലി ട്രോഫിയിൽ അവസരം നൽകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് അവിടെ കാര്യമായ പ്രകടനമൊന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും പരിശീലകർക്ക് മദ്വാളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് മനീഷ് ഝാ ഉത്തരാഖണ്ഡിന്റെ പരിശീലകനായി ചുമതല ഏൽക്കുന്നത്. തുടർന്ന് അദ്ദേഹം മദ്വാളിന് നൽകിയ പിന്തുണ താരത്തിന്റെ കരിയറിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മനീഷ് ഝായുടെ കീഴിൽ ബൗളിംഗിൽ തന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം മെച്ചപ്പെട്ടുകൊണ്ടേയിരുന്നു. തുടർന്ന് ഉത്തരാഖണ്ഡ് ടീമിന്റെ വൈറ്റ് ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ പ്രകടനത്തിൽ കൈവരിച്ച പുരോഗതിക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു അത്. തുടർന്ന് 2022 ഐപിഎല്ലിൽ ലേലത്തിന് ഉണ്ടായിരുന്നെങ്കിലും ആവശ്യക്കാർ ഇല്ലാത്തതിനാൽ അൺസോൾഡായി മാറ്റപ്പെട്ടു. എന്നാൽ സൂര്യകുമാറിന് പരിക്കേറ്റ അവസരത്തിൽ പകരക്കാരനായി മദ്വാളിനെ മുംബൈ സൈൻ ചെയ്തു. ആദ്യ ഐപിഎൽ സീസണിൽ കളിക്കാനൊന്നും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. എങ്കിലും മുംബൈ അദ്ദേഹത്തെ നിലനിർത്തി. 20 ലക്ഷം പ്രതിഫലത്തിനായിരുന്നു മുംബൈ അദ്ദേഹത്തെ നിലനിർത്തുന്നത്. കഴിഞ്ഞ സീസണിൽ അവസരം ലഭിക്കാതിരുന്ന മദ്വാൾ ഈ സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെ കളിച്ചുകൊണ്ടാണ് ഐപിഎല്ലിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ മത്സരത്തിൽ തിളങ്ങാൻ കഴിയാതിരുന്ന മദ്വാൾ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. തുടർന്ന് പ്ലേ ഓഫിൽ എത്താൻ വിജയം അനിവാര്യമായിരുന്ന ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ 4 വിക്കറ്റുകൾ കൂടി സ്വന്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി തന്റെ കഴിവ് തെളിയിച്ചു. ഇപ്പോഴിതാ ലക്നൗ ജയൻസിനെതിരായ 5 വിക്കറ്റ് സ്വന്തമാക്കിക്കൊണ്ട് ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. മദ്വാളിന് വരും മത്സരങ്ങളിൽ ഇതേ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ മുംബൈയുടെ ശില്പിൽ 6ാം കിരീടം എത്തും എന്നതിൽ ഒട്ടും സംശയമില്ല.